കളങ്കാവൽ പുത്തനായിട്ടുള്ളൊരു ഡയറക്ടറാണ്. കുറുപ്പിന്റെ റൈറ്റർ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ജിതിൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ. ഇതിന്റെ നമ്മുടെ നവംബർ 27 റിലീസ് പറഞ്ഞിരുന്നത്. പിന്നീട് അതിന്റെ റിലീസ് ഡേറ്റ് മാറ്റി. ഇപ്പൊ ജനുവരി ആണെന്ന് പറയും. ചിലപ്പോൾ ജനുവരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫെബ്രുവരി ആകാനും ചാൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊരു OTT ഗംഭീര റെക്കോർഡ് തുകയ്ക്കാണ് എടുത്തേക്കുന്നത്. ഇത്ര കോടി രൂപയ്ക്ക്, അതായത് അവർ പ്രതീക്ഷേനേക്കാട്ടിലൊക്കെ റെക്കോർഡ് തുകയ്ക്ക് എടുത്തുകൊണ്ട് മാത്രമാണ് ഇതിന്റെ ഡേറ്റ് മാറിയെന്നാണ് നമുക്ക് 100% സോഴ്സിൽ നിറഞ്ഞത്. അതുകൊണ്ട് വേറെ ഒരു പ്രശ്നമല്ല. പടത്തിന് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളോ പടം തീരാത്തതിന്റെ പ്രശ്നങ്ങളോ, പടം എല്ലാം തീർന്നിരിക്കുകയാണ്, കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയത്. അവരെ പലരും പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ഡൊമിനിക്ക്, മമ്മൂട്ടിയുടെ ബസൂക്ക. ഇപ്പം മമ്മൂട്ടിക്കും മോഹൻലാലും ഒന്നും എനിക്കൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ യാതൊരു വരാൻ ചാൻസ് ഇല്ല. ഡൊമിനിക്ക് ആയാലും അല്ലെങ്കിൽ ബസൂക്കയിൽ അതിന് മുമ്പ് ഇറങ്ങിയ, ഇപ്പോൾ 2020 മുതൽ ഇറങ്ങിയ അടുപ്പിച്ചത് എത്രയോ ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ എല്ലാ രീതിയിലും കൊമേഴ്സ്യലായാലും അല്ലാതെയും ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങളും നല്ല രീതിയിലെല്ലാം പോയ ചിത്രങ്ങളാണ്. 2 ചിത്രങ്ങൾ, അത് ഡൊമിനിക് അങ്ങ് വെറും കൂറപ്പടമെന്നോ ബസൂക്ക വെറും കൂറപ്പടമെന്നൊന്നും പറയുന്നില്ല. കൂറപ്പടങ്ങൾ OTT വരുന്നില്ലേ? അന്നേരം അതൊന്നും ആയിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഇവരൊക്കെ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ കാരണമായിരിക്കാം OTT എടുക്കാതിരുന്നതാണ് എനിക്കറിയാൻ പറ്റിയത്. എന്തായാലും കളങ്കാവിൽ ഒരു റെക്കോർഡ് തുകയ്ക്ക് തന്നെയാണ് പോയിരിക്കുന്നത് അവർ പ്രതീക്ഷ. കാരണം മമ്മൂട്ടി കമ്പനിയായിട്ട് മമ്മൂട്ടിയുടെ ശമ്പളം അതിനകത്ത് കൂട്ടണ്ട. അന്നേരം ബാക്കിയുള്ള എന്തായാലും കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൊരു സിനിമയാണ്. ആ സിനിമ റെക്കോർഡ് തുകയ്ക്ക് പോയെന്ന് പറയുമ്പം അതൊരു വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സമയം OTT പടങ്ങൾ വളരെ സ്ട്രീം ചെയ്ത് വളരെ സൂക്ഷിച്ച് മാത്രമേ OTT എടുക്കുന്നുള്ളൂ. വളരെ പൈസ കുറച്ചാണ് പല സിനിമകളും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമകളുടെ എണ്ണം തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റെക്കോർഡ് തുക എന്ന് പറയുന്നത് ഒരു മമ്മൂട്ടിക്കും അഭിമാനിക്കാം. കാരണം മമ്മൂട്ടി കമ്പനിയുടെ എനിക്കൊന്ന് അടുത്ത കാലത്തെ ഏറ്റവും നല്ലൊരു തുകയ്ക്കാണ് വിറ്റുപോയത്. തുക നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നൊരു അവസരത്തിൽ നമുക്ക് റിവീൽ ചെയ്യാം. എന്തായാലും കളങ്കാവൽ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യുന്നുള്ളത് 100% ഉറപ്പാണ്.